മലയാള സിനിമാ മേഖലയിലെ തർക്കം അവസാനിക്കുന്നു. ഫിലിം ചേംബർ പ്രസിഡന്റ് B.R. ജേക്കബ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചു. ഇതിന് പിന്നാലെ നിർമ്മാതാവ് G. സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ആന്റണി പെരുമ്പാവൂര് പിൻവലിച്ചു. നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിച്ച സമരം പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തില് G. സുരേഷ് കുമാർ നടത്തിയ പരാമർശങ്ങളാണ് ആന്റണി പെരുമ്പാവൂരിനെ ചൊടിപ്പിച്ചത്. താന് നിർമ്മിക്കുന്ന ചിത്രമായ എമ്പുരാന്റെ ബജറ്റ് സുരേഷ് കുമാർ വെളിപ്പെടുത്തിയതാണ് ആന്റണിയെ പ്രകോപിപ്പിച്ചത്. സിനിമാ സമരത്തിനെതിരായ നിലപാടായിരുന്നു ആന്റണി പെരുമ്പാവൂര് സ്വീകരിച്ചത്. ഏതെങ്കിലും നിക്ഷിപ്ത താൽപര്യക്കാരുടെ വാക്കുകളില് സുരേഷ് കുമാർ പെട്ടുപോയതാണോ എന്ന് ആന്റണി സംശയം പ്രകടിപ്പിച്ചിരുന്നു. സിനിമാ സമരമടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കാന് സുരേഷ് കുമാറിനെ ആരാണ് ചുമതലപ്പെടുത്തിയതെന്നും ആന്റണി പെരുമ്പാവൂര് ചോദിച്ചിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഭിന്നത തുറന്നുകാട്ടുന്നതാണ് കുറിപ്പെന്ന് വ്യാഖ്യാനമുണ്ടായി. ആന്റണിയെ പിന്തുണച്ച് മോഹൻലാൽ തന്നെ രംഗത്തെത്തി. പൃഥ്വിരാജും ടൊവിനോ തോമസും ഉണ്ണി മുകുന്ദനും അജു വർഗീസും അടക്കം പിന്തുണച്ചതോടെ മലയാള സിനിമാ മേഖല തന്നെ രണ്ട് തെറ്റിലായി. പിന്നാലെ ആന്റണിയെ തള്ളി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തി. സുരേഷ് കുമാർ പറഞ്ഞത് സംഘടനയുടെ തീരുമാനമാണെന്ന് അവർ വിശദീകരിച്ചു. സംഘടനയില് ഭിന്നിപ്പില്ലെന്ന് സംഘടനയുടെ ട്രഷററി ലിസ്റ്റിന് സ്റ്റീഫൻ അവകാശപ്പെട്ടു. കൊച്ചിയില് ചേർന്ന ഫിലിം ചേംബർ യോഗം ആന്റണിക്ക് നോട്ടീസ് നൽകാന് തീരുമാനിക്കുകയും 7 ദിവസത്തിനകം വിശദീകരണം ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തു. ഇതിനിടെ മാർച്ച് 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകളുമായി കരാറൊപ്പിടുന്നതിന് മുമ്പ് ചേംബറിന്റെ അനുമതി വാങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ഫിയോക്ക് അടക്കമുള്ള സംഘടനകൾക്ക് കത്ത് നൽകിയിരുന്നു. ഇത് മാർച്ച് 27-ന് ഇറങ്ങുന്ന എമ്പുരാനെ ലക്ഷ്യമിട്ടാണെന്ന് വ്യാഖ്യാനമുണ്ടായി. ഇതിനെല്ലാം ഒടുവിൽ ആന്റണി ഇപ്പോൾ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്.